ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാതെ അനുനിമിഷം ബോധത്തിൻ്റെ അനന്തതയിലൂടെ യാത്ര ചെയ്തുകൊണ്ട്, അത് സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധാതീതം, അതിബോധം എന്നൊക്കെ പറയുന്നത്. അതാണ് ആത്മീയത. അതിബോധത്തിൽ എത്താത്തിടത്തോളം ഒരാളും ആത്മീയതയിലല്ല. ഒരു ഭക്തനോ സിദ്ധനോ സിദ്ധപുരുഷനോ ഒക്കെ ആയിരിക്കും. സിദ്ധികൾ വരാം, സിദ്ധിയെ കണ്ട് അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സർവജ്ഞത്വവും സർവസിദ്ധത്വവും ഒക്കെ രണ്ടായിട്ട് പറയുന്നുണ്ട്. തന്ത്രയിലൂടെ തന്നെയാണ് ആദിശങ്കരൻ തന്നെ ബോധത്തിൻ്റെ അത്യുന്നതിയിലേക്ക് പോയി അദ്വൈതമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം തന്ത്രോപാസനയിലൂടെയാണ് ചെയ്തു തന്ത്ര പ്രാക്ടീസ് ചെയ്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിത്യാനന്ദഗിരി, പരാഭയഗിരി, സൗന്ദര്യ രത്നാഗിരി എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, സൗന്ദര്യ ലഹരി ഒക്കെ. എന്നാൽ അതിലൂടെ അദ്ദേഹം എത്തിയത് എവിടെയാണ്? അദ്വൈതത്തിലാണ്, ബോധാതീതത്തിലേക്കാണ് പോയത്. ബോധാതീതത്തിലേക്കുള്ളൊരു വഴി മാത്രമാണ് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ തലത്തിലേക്ക് എത്താൻ അനുഗ്രഹിക്കുന്നത് ശനി മാത്രമാണ്. അപ്പോൾ ബോധാതീതനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ശനി അനുഗ്രഹത്തിലായിരിക്കണം. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.